അഷ്ടമിച്ചിറയിൽ സർക്കാർ വക പുറമ്പോക്ക് ഭൂമി കയ്യേറി മതിൽ പൊളിച്ചതായി ആക്ഷേപം. ആരാണ് പൊളിച്ചതെന്ന് വ്യക്തമല്ലെന്ന് ബ്ലോക്ക് പഞ്ചായത്ത് അധികൃതർ പറഞ്ഞു. വർഷങ്ങളായി ഉടമസ്ഥാവകാശ തർക്കത്തെ തുടർന്ന് കോടതി വ്യവഹാരങ്ങളിൽ ഉൾപ്പെട്ട വസ്തുവിനെ ചൊല്ലിയാണ് ഇപ്പോൾ പുതിയ വിവാദം ഉരുത്തിരിഞ്ഞു വന്നിട്ടുള്ളത്. അഷ്ടമിച്ചിറയിൽ സർക്കാർ പുറമ്പോക്ക് ഭൂമി കയ്യേറി മതിൽ പൊളിച്ചുവെന്ന ആക്ഷേപം വിവാദമാകുകയാണ്. ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ അധീനതയിലുള്ള ഭൂമിയാണ് ഇതെന്നാണ് ബന്ധപ്പെട്ടവർ നൽകുന്ന സൂചന. വർഷങ്ങൾക്ക് മുമ്പ് ഒരു സ്വകാര്യ വ്യക്തി ഇഷ്ടദാനം നൽകിയ ഭൂമിയിലാണ് ഇപ്പോൾ അനധികൃത കയ്യേറ്റം നടത്തിയതെന്ന് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സന്ധ്യാനൈസൻ പറയുന്നു. ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ റവന്യൂ ഭൂമിയാണ്, റവന്യൂ പുറമ്പോക്കാണ്. മുൻ വർഷങ്ങളിൽ 1960 തന്നെ പുറമ്പോക്കായിട്ട് നമുക്ക് കിട്ടിയിരിക്കുന്നത്, അതായത് നമുക്ക് ബ്ലോക്ക് പഞ്ചായത്തിന് കിട്ടിയിരിക്കുന്നതാണ്. ഗ്രാമസേവികമാരാണ് ഇരുന്നിരുന്നത്. എനിക്ക് പിന്നിൽ കാണുന്ന ഈ ബിൽഡിങ് ഗ്രാമവികസന വകുപ്പിൻ്റെ ഓഫീസായിരുന്നു. അപ്പോൾ ആ ഓഫീസ് പിന്നെ പഞ്ചായത്തുകളിലേക്ക് ഗ്രാമസേവികമാരെ വിന്യസിച്ചപ്പോൾ പിന്നെ ഇവിടെ അവർ ഇരിക്കാതെ കുറേ ഫയലുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നീട് ഓഫീസുകളിലേക്ക് ഇവിടുന്ന് കൊണ്ടുപോയി ഫയലുകളൊക്കെ. അപ്പോൾ NSSും അതുപോലെ തന്നെ സ്കൂളും ബ്ലോക്ക് പഞ്ചായത്തും തമ്മിലുള്ള കേസ് ഇപ്പോൾ മുനിസിപ്പൽ കോടതിയിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഈ എന്താ പറയുക, സാഹചര്യത്തിൽ ഇങ്ങനെ ചെയ്യാൻ പാടില്ലാത്തതാണ്. ഇന്നലെ ഒരു രാത്രി കൊണ്ടാണ് ഇപ്പോൾ ഇതിൻ്റെ മതിൽ, ഇവിടെ കാണുന്ന മതിൽ പൊളിച്ച്, ആ കിണറിൻ്റെ മതിൽ പൊളിച്ച് അതിലേക്ക് ഇട്ടു. ടോയ്ലറ്റിൻ്റെ ഒക്കെ ഇവിടെ ചുവരൊക്കെ നിന്നിരുന്നു, ആ ചുവരും എല്ലാം പൊളിച്ച് മരത്തിൻ്റെ കാര്യങ്ങളെല്ലാം ഇപ്പോൾ ഈ കാണുന്ന രീതിയിലേക്ക് കിണറ്റിലേക്ക് ഇട്ടേക്കാണ്. ഏതാനും വർഷങ്ങൾക്ക് മുൻപ് വരെ ഗ്രാമസേവിക ഓഫീസ് സ്ഥിതി ചെയ്തിരുന്നത് ഈ ഭൂമിയിലാണ്. കാലപ്പഴക്കത്താൽ ആ കെട്ടിടം നാശോന്മുഖമായി. എന്നാൽ പ്രസ്തുത ഭൂമിക്കുമേൽ ഉടമസ്ഥാവകാശവാദം ഉന്നയിച്ചുകൊണ്ട് ഇരിങ്ങാലക്കുട മുനിസിപ്പൽ കോടതിയിൽ ഒരു വ്യവഹാരം നിലനിൽക്കുന്നുണ്ട്. അതിൽ തീർപ്പായിട്ടുമില്ല. പ്രസ്തുത 10 സെൻറ്റ് ഭൂമിയോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന സ്വകാര്യ സ്കൂളിൻ്റെ ഉടമകളായ NSS ആണ് വ്യവഹാരം നടത്തുന്നത്. എന്നാൽ മതിൽ പൊളിച്ചതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ തങ്ങൾക്കറിയില്ലെന്ന് NSS വൃത്തങ്ങൾ പറയുന്നു. പ്രസ്തുത ഭൂമി കാടുപിടിച്ചും മാലിന്യം നിക്ഷേപിക്കപ്പെട്ടും കിടന്നിരുന്ന ഭൂമിയാണ് എന്നും ഇപ്പോൾ അവിടെ വൃത്തിയാക്കലാണ് നടന്നതെന്നും പ്രദേശവാസികൾ ചൂണ്ടിക്കാട്ടുന്നു. എന്തായാലും വൃത്തിയാക്കപ്പെട്ട അവശിഷ്ടങ്ങൾ സമീപത്തെ കുളത്തിൽ തള്ളിയതും ബ്ലോക്ക് പഞ്ചായത്ത് ഗൗരവമായാണ് കാണുന്നത്. ഭൂമിക്ക് മേലുള്ള അവകാശവാദ തർക്കങ്ങൾക്കിടയിലും ആരാണ് സ്ഥലം വൃത്തിയാക്കിയത് എന്ന ചോദ്യത്തിന് ഇനിയും ഉത്തരമായിട്ടില്ല. മീഡിയ ടൈം, മാള.